എല്ലാ 16 മിനിറ്റിലും ഒരു പെൺകുട്ടിക്ക് നേരെ ഒരു അറ്റാക്ക് നടക്കുന്നുണ്ട്, ഒരു റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കും എന്തുകൊണ്ട് ഇത്രയും രീതിയിൽ ഇവോൾവ് ചെയ്തൊരു രാജ്യത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നു. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ഇത്തരമൊരു സാഹചര്യത്തിനെ എങ്ങനെ നേരിടണം എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് സാധാരണ ഗതിയിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ത്രട്ടൺ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ, ഒരു ത്രട്ട് ഉണ്ടാകുമ്പോൾ രണ്ട് രീതിയിലാണ് നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യുന്നത്. ഒന്നുകിൽ അതൊരു ഫ്ലൈറ്റ് മോഡ് എന്ന് നമ്മൾ പറയും, ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഫൈറ്റ് എന്ന് പറയുന്ന മോഡ്, അല്ലെങ്കിൽ തിരിച്ച് ഫൈറ്റ് ബാക്ക് ചെയ്യുക. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന മോഡിലേക്ക് നമുക്കറിയാം എല്ലാ അനിമൽസും അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ വീട്ടിൽ പൂച്ച കിടന്നുറങ്ങുന്നു വെച്ചോളൂ, ചുമ്മാ നോക്കും, നമ്മൾ പെട്ടെന്ന് ഒരു അറ്റാക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബഹളം വെച്ചാൽ ഒന്നുകിൽ അവൻ എന്ത് ചെയ്യുന്നു, സ്പ്രിംഗ് പോലെ ചാടി ഓടിക്കും, ഫ്ലൈറ്റ്, അല്ലെങ്കിൽ അവൻ തിരിച്ച് ഫൈറ്റ് ബാക്ക് ചെയ്യാനായിട്ട് അവന്റെ ബോഡി ലാംഗ്വേജസ് ഒക്കെ കൊണ്ടുവരുന്ന കാണാൻ പറ്റും, ഫൈറ്റ് ഫ്ലൈറ്റ്. പക്ഷെ ഇതല്ലാതെ നമ്മുടെ പെൺകുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മൾ ഫ്രീസ് എന്ന് പറഞ്ഞ മോഡലായി പോകുന്നു എന്നുള്ളതാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത കണ്ടീഷനിലേക്ക് വരുന്നു. ഇപ്പൊ ഒരു സിറ്റുവേഷൻ വന്നാൽ വാട്ട് ടു ഡു, എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അറിയില്ല. അപ്പൊ ഈ ഫ്ലൈറ്റ് ഫൈറ്റ് മോഡിലേക്ക് അത്യാവശ്യം സ്വിച്ച് ഓവർ ചെയ്യിക്കാനുള്ള ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റിയ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ ശക്തി പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്.